ഇനി അത് പൂക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് മനസ്സിലാക്കി UDF അതിനോടൊപ്പം ചേർന്നു. ഇപ്പോ വയനാട്ടിൽ എന്തൊക്കെ ആരാണ് MP, ആരായിരുന്നു MP, ഇപ്പോൾ ആരാണ് MP അല്ലേ? രാഹുൽ ഗാന്ധിയും ഇപ്പോ പ്രിയങ്ക ഗാന്ധിയും വയനാടിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. ആരുടെ ഇടപെടലിൽ? നിരന്തരമായി സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു, ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. പക്ഷെ ബഡ്ജറ്റിൽ ഒരു നയ പൈസ ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച വയനാട് ദുരന്തത്തിന് വേണ്ടി നീക്കിവെക്കാൻ ആ ഗവൺമെന്റ് തയ്യാറായില്ല. ഒരു പ്രതിഷേധവും കണ്ടില്ല. ഇവിടെ ബഡ്ജറ്റിനെ എതിർക്കുന്നു എന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിച്ചവരെല്ലാം ബഡ്ജറ്റിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം കൂടെ ചെയ്യുക, ആ ബഡ്ജറ്റിനെ എതിർക്കുന്നവരെല്ലാം ബഡ്ജറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഇതെല്ലാം ഒഴിവാക്കണം എന്നുകൂടി എഴുതി കൊടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? അത് എഴുതി കൊടുക്കണം. എന്നിട്ട് ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ അവസാനം എന്താ പറയുക? എന്റെ ഇന്ന പദ്ധതി കൂടി ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് പറയുക. എന്തൊരു വിരോധാഭാസമാണ് സർ. ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് നിങ്ങളിപ്പോ സ്ഥിരം പറയും കേന്ദ്ര അവഗണന. ഒന്നാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഒന്നാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരുന്നത് പോലെ അധികം വേണ്ട.